സജിലിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് എനിക്ക് തോന്നുന്നു അല്ലേ സജിലെ? രണ്ടാമത്തെ മൂവി. ഫസ്റ്റ് മൂവിന് ഞാനുണ്ടായി, അതിനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. കടകൻ എന്ന് പറയുന്നൊരു സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. ഒരു അസമയത്തായിരുന്നു എൻ്റെ റിലീസിങ്. അതുകൊണ്ട് മാത്രം പരാജയം എന്ന് പറയാനുള്ള നല്ല സിനിമ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ വീണ്ടും ഒരു സിനിമയുമായിട്ട് സജില് രംഗത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടമായി. യൂത്തിനെ വെച്ചിട്ട് ഒരു ക്യാമ്പസ് പോലെ പൊരിക്കാൻ പറ്റിയ സിനിമയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലെ ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് സിനിമയും നടക്കുള്ളൂ. വേറെ ആരുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിച്ചാലും ശരിയാണ്, ഏറ്റവും വലുത് പ്രൊഡ്യൂസർ തന്നെയാണ്, ഒരു സംശയമില്ല. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഡയറക്ടർക്ക് കൊടുക്കുക, അതിൻ്റെ രീതിയിൽ അത് മേക്ക് ചെയ്യുക, നല്ല സമയത്ത് റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ കൊടുക്കുക. അതെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറായിട്ടാണ് എനിക്ക് തോന്നിയത്. മനസ്സിലാവും അല്ലേ? സോ ഈ സിനിമ പണിയറിയാവുന്ന ഒരു ഡയറക്ടറിന്റെ കയ്യിലാണ് ഈ സിനിമ. കാരണം അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതിനുശേഷം വേറെ സബ്ജക്റ്റായിട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത്. പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇത് പിടിച്ചിട്ട് അത് പിടിക്കുന്നതിന് കുറെ നല്ലത്. അവരൊരു തീരുമാനം തന്നെയായിരുന്നു. അതെല്ലാം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്തായാലും ഇതൊരു സൂപ്പർ ഹിറ്റായി മാറട്ടെന്ന് ഈശ്വരൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. Thank you, sir. Thank you so much. എല്ലാവർക്കും നമസ്കാരം. ഡർബി എന്ന സിനിമ ഇപ്പം ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ചേട്ടൻ നന്നായിട്ട് ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ചേട്ടൻ പണിയറിയാവുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് നേരത്തെ അറിയില്ല. ഞാൻ കടലിന് കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതൊരു സന്തോഷം, ഒരു സമാധാനമുണ്ട്. നല്ലൊരു സ്ഥലത്തോട്ടാണ് നമുക്ക് ചെല്ലുന്നത്. പിന്നെ ഈ പയ്യൻ ഇങ്ങനെ സ്റ്റോറി കേട്ട് അങ്ങനെയാണ് നമ്മളിരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. കഥ മൊത്തത്തിൽ നറേറ്റ് ചെയ്തില്ല. ആദ്യം എന്നോട് പറഞ്ഞു ചേട്ടാ കുറച്ച് ദിവസം, പിന്നെ പറഞ്ഞു ചേട്ടാ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആയിക്കോട്ടെ, ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് പടങ്ങൾ കുറവാണ്. ഇപ്പം എത്ര ദിവസം നമ്മൾ എടുത്തോ? അപ്പോൾ 15 ദിവസം വേണമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പൽ ക്യാരക്ടർ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ഞാൻ പറയില്ല, സംസാരത്തിൽ തന്നെ നമുക്ക് തോന്നും. പിന്നെ പുതിയ ആളുകളുമായിട്ട് ഈ അടുത്ത കാലത്ത് ഞെട്ടിച്ച കുറേ താരങ്ങളുമായിട്ട് ഒന്നിക്കാൻ കിട്ടുന്ന ഒരു അവസരം. ഈ സിനിമ ഒരു നല്ല പോസിറ്റീവ് എനർജിയുള്ള ഒരു പ്രൊഡ്യൂസർ, നല്ല യൂത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു നല്ല എനർജി ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. എല്ലാവരും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു 9:30 മുതൽ പുറത്ത് ദോശ ഇടാൻ തുടങ്ങിയ ആളുകൾ. അപ്പം ഞാൻ എന്നെ 2000 ദോശ കഴിച്ചു. പടപടാ ചുട്ടോണ്ടിരിക്കുക. എവിടെയോടെ ഒന്ന് ചുട്ടു നിർത്തിയെടുത്ത് ചൂടായിട്ട് കുറച്ച് ചൂടാകുന്ന പറയുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം. എല്ലാവർക്കും നല്ലത് തന്നെ. Also requesting Anne Merlin to kindly join on stage, please. Hey everyone, please put your hands together. And also requesting Sagar Surya and Manoop to kindly join on stage, please. And also requesting Habib Shahjahan to kindly join on stage. So,
From where should I start? ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ജുനൈസിൽ തന്നെ തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പണിയിലെ തന്നെ വരുന്നിട്ട് സാഗർ, ഓബിച്ചേട്ടൻ, അങ്ങനെ എല്ലാ ആൾക്കാരോട് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സജിൽ ബ്രോ പണി കഴിഞ്ഞുള്ള തന്നെ ആദ്യം വിളിച്ചത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആദ്യം തന്നെ പുള്ളി പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഹലോ, ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം സജിലിക്ക് നമ്മുടെ നാട്ടുകാരാണ്, മലപ്പുറം ജില്ലക്കാരാണ്. അപ്പം പുള്ളിയുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്തായാലും അടിപൊളിയായി വരട്ടെ. ഇതിലെല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രണ്ടാമത്തെ പടമായിട്ടാണ് ആദ്യത്തെ ഡിറ്റക്റ്റീവ് മെയ് 14 അതിനുശേഷം സജിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടമുണ്ട്, നീ എന്നെ ചെയ്യണം എന്ന് പുള്ളി ഭയങ്കര കോൺഫിഡൻസോടെ പറഞ്ഞിരുന്നത്. ഇതിലാണെന്ന് എനിക്കറിയത്തില്ല. മാക്സിമം ഞാൻ എൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ ശ്രമിക്കും. താങ്ക് യു. Well, Faiz, about your character, please. നമസ്കാരം. ശരിക്കും മൂന്നാമത്തെ പടം, പക്ഷേ സജിൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ്. ഇത് ഞാൻ മാത്രമേ സജിൻ്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഋഷി. നമസ്കാരം. എൻ്റെ പേര് ഋഷൻ കെ എന്ന് പറയും. ഞാനൊരു സിംഗറാണ്. ബി വി എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് മുമ്പേ. പിന്നെ ഒരു ചെറിയൊരു ഒരു ക്യാരക്ടർ മറ്റേ ആഷിഖ് അബൂ ഖാന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, റൈഫിൾ ക്ലബില്. അപ്പോ ഇതെന്റെ സെക്കൻഡ് പടമാണ്. പക്ഷെ ത്രൂ ഔട്ട് പടമായതുകൊണ്ട് ഭയങ്കര ടെൻഷനാണുള്ളത്. അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അതന്നെ. Thank you. And first of all, congratulations, Gedo, for your recent award. So now about this movie. നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. സജിനെ പോലെ യങ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വളരെ സന്തോഷം. എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകണം ഇത് സക്സസ്ഫുൾ ആകാനും. എല്ലാവരും അനുഗ്രഹം ഉണ്ടാകണം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് മനു. എൻ്റെ ഫസ്റ്റ് പടമാണ്. സജില് എൻ്റെ സുഹൃത്താണ്, കൂടപ്പിറപ്പാണ്. എപ്പോഴും കൂടെ ഉണ്ടാവും. തുടക്കം മുതലേ ഞങ്ങൾ അപ്പോൾ കടകൻ എന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. എൻ്റെ ഫസ്റ്റ് പടമാണ്. നമസ്കാരം. എൻ്റെ പേര് ഹബീബ് ഷാജ. എൻ്റെ ഫസ്റ്റ് പടമാണ്. ഒരു നല്ലൊരു ക്യാരക്ടർ വന്നതിൽ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് അറിയില്ല. എൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. Thank you so much and all the best. Thank you for joining and requesting Faiz to kindly stay back on stage. Rest of you, thank you so much for joining. Please take your seats. Thank you.